Good morning, dear students. Welcome to another session of online class. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. കാരണം റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിച്ചാലാണ് നമുക്ക് ജേർണലൈസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും, എന്നാൽ ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിനായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള അക്കൗണ്ട് വരയ്ക്കുന്നതും ബാലൻസ് ചെയ്യുന്നതുമായിട്ടുള്ള മറ്റ് മേഖലകളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ശ്രദ്ധിച്ച് വേണം കുട്ടികളിത് മനസ്സിലാക്കാൻ. ഞാനിത് പറയുമ്പോൾ ഓൾറെഡി കുട്ടികൾ ഇതൊക്കെ +1 +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. വളരെ ഡീപ്പായിട്ട് തന്നെ വേണമെങ്കിലൊരു 2, 3, 4 മാസം എടുത്തിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും ടീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ നല്ല തറവായിട്ട് കുട്ടികൾ പഠിച്ചു പോന്നിട്ടുള്ള ടോപ്പിക്കായിരിക്കും. എങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ 2 അപ്രോച്ചിൽ പഠിച്ചു. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓർ ഇംഗ്ലീഷ് അപ്രോച്ച് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. 2 അമേരിക്കൻ അപ്രോച്ച് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓർ മോഡേൺ അപ്രോച്ച് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇതിൽ ട്രഡീഷണൽ അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എങ്കിലും 2 അപ്രോച്ച് നമുക്ക് പഠിക്കേണ്ടതാണ്. ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ടുകളെ പ്രധാനമായിട്ടും 3 ടൈപ്പ് അക്കൗണ്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിനെ വീണ്ടും 3 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ നാച്ചുറൽ പേഴ്സൺസ്, അതായത് ബിസിനസ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന വ്യക്തികളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്സ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ടാണ്. പേര് പറയുന്ന പോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഫോം ചെയ്തിട്ടുള്ള, ലോ അനുസരിച്ച് ഫോം ചെയ്തിട്ടുള്ള, ആക്ട് അനുസരിച്ച് ഫോം ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൺസുമായിട്ട് ഡീലിങ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അവരുടെ പേരിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട് എന്ന് പറയാം. മൂന്നാമത്തെ കാറ്റഗറി നമുക്കറിയാം, നമ്മുടെ അഡ്വാൻസ് റിസീവ് ചെയ്യുന്ന സമയത്ത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുന്ന സമയത്ത്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരുന്ന സമയത്ത് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്. അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്. ഈ അവസാനം പറഞ്ഞ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട് സാധാരണയായിട്ട് കുട്ടികൾ തെറ്റിക്കുന്ന അല്ലെങ്കിൽ തെറ്റുവരുത്തുന്ന ഒരു മേഖലയാണ്. പേഴ്സണൽ അക്കൗണ്ട് കഴിഞ്ഞാൽ അടുത്തത് റിയൽ അക്കൗണ്ടാണ്. എളുപ്പമാണ്. അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് ഇവിടെ വരുന്നത്, റിയൽ അക്കൗണ്ടിൽ വരുന്നത്. മൂന്നാമത്തെ നോമിനൽ അക്കൗണ്ടിൽ വരുന്നത് ഇൻകംസ്, എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ഗെയിൻസ്. ഇൻകംസ്, എക്സ്പെൻസസ്, ലോസസ് ആൻഡ് ഗെയിൻസ്, ഇത്തരം ഐറ്റംസ് ആണ്. ഇനി ഇതിൻ്റെ റൂളിലേക്ക് വരികയാണെങ്കിൽ, ഗോൾഡൻ റൂൾ എന്ന് പറയുന്ന റൂളിലേക്ക് വരികയാണെങ്കിൽ, പേഴ്സണൽ അക്കൗണ്ടിന് ഒരു റൂളുണ്ട്. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യുന്നു, കൊടുക്കുന്ന ആളെ, നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യുന്നു. റിയൽ അക്കൗണ്ടിന്, അസറ്റ്സും പ്രോപ്പർട്ടീസും വരുന്ന റിയൽ അക്കൗണ്ടിന് ഒരു റൂളുണ്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സ്ഥാപനത്തിലേക്ക് വരുന്നത് ഡെബിറ്റ് ചെയ്യുക, പോകുന്നത് ക്രെഡിറ്റ് ചെയ്യുക. മൂന്നാമത്തെ അക്കൗണ്ടായിട്ടുള്ള നോമിനൽ അക്കൗണ്ടിന് ഒരു റൂളുണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എല്ലാ എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ചെയ്യുക, ഇതിനെന്ത് ചെയ്യുക, എല്ലാ ഇൻകംസും ഗെയിൻസും എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഫോളോ ചെയ്യാൻ സാധിക്കും. ഇത് എക്സാമ്പിളായിട്ട് വെച്ച് അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ
ട്രാൻസാക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പഠിച്ച അക്കൗണ്ടിങ് സൈക്കിൾ ഉണ്ട്. അക്കൗണ്ടിങ് സൈക്കിൾ ഓർ അക്കൗണ്ടിങ് പ്രോസസ്സ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ നിൽക്കുന്നു, അല്ലേ? അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സോഴ്സ് ഡോക്യുമെൻറ്റ്സിൽ നിന്ന് സാങ്കേതികമായി തുടങ്ങുകയും ജേണൽ എൻട്രീസിൽ നിന്ന് ഒറിജിനലായിട്ട് തുടങ്ങുകയും അതെവിടെ അവസാനിച്ച് നിൽക്കുന്നു? അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പബ്ലിക്കേഷൻസിൽ അവസാനിച്ച് നിൽക്കുന്നു. അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ഓഫ് ഓർ കമ്മ്യൂണിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള ഹെഡിലെത്തിയത് അവസാനിച്ച് നിൽക്കുന്നു. ഈ പ്രോസസ്സ്, ഈ അക്കൗണ്ടിങ് സൈക്കിളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ അക്കൗണ്ടിങ് സൈക്കിളിലെ എല്ലാ ഐറ്റംസും നമുക്ക് ഒരു ദിവസം കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഈ അക്കൗണ്ടിങ് സൈക്കിളിലെ ഓരോ ഐറ്റവും എടുത്ത് വിശദമായി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അതിൽ ഒന്നാമത്തെ ഐറ്റമാണ് ജേണൽ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഒറിജിനൽ എൻട്രി എഴുതുന്ന ബുക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ജേണൽ എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ, ബിസിനസ് ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യമായി റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ നമുക്ക് എന്തായിട്ട് പറയാം? ജേണൽ എന്ന് പറയാം. ഇനി നമുക്ക് എന്താണ് ജേണൽ എന്നും അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേജ് നമ്പർ 15 ജേണൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾ നോക്കുക. ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ എ ബുക്ക് കോൾഡ് ജേണൽ. ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഓർ ഒറിജിനൽ എൻട്രി. എല്ലാ ബിസിനസ്സുകളിലും ആദ്യം വരുന്ന അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും ആദ്യമായി റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ നമുക്ക് ജേണൽ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഓർ ഒറിജിനൽ എൻട്രി. ദ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിങ്. ജേണലിൽ നമ്മളൊരു എൻട്രി റെക്കോർഡ് ചെയ്യുന്നതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ജേണലൈസിങ് എന്ന് പറയാം. അപ്പോൾ എന്താ ജേണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ജേണലിൽ ഒരു എൻട്രി റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജേണലൈസിങ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളോട് നാളെ ജേണലൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ജേണൽ വരച്ച് അതിൽ എൻട്രി എഴുതുന്നതിനെയാണ് ജേണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ജേണലൈസ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യും, അല്ലേ? അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ തുടങ്ങിയത് എന്താണ്? ജേണൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിലെ എല്ലാ എൻട്രീസും ആദ്യം എഴുതുന്ന ബുക്കിനെ ജേണൽ എന്ന് പറയുന്നു. ബുക്ക് ഓഫ് പ്രൈം ഓർ ഒറിജിനൽ എൻട്രി എന്ന് ജേണൽ അറിയപ്പെടുന്നു. മൂന്നാമതായിട്ട് പറയുന്നു ജേണലിൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ജേണലൈസിങ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എങ്ങനെയാണ് ജേണലൈസ് ചെയ്യുക എന്ന് പഠിക്കാം. അതിലൊരു ഇല്ലസ്ട്രേഷൻ ഉണ്ട്. പേജ് നമ്പർ 15 ആണ്. പേജ് നമ്പർ 15 ഒരു ഇല്ലസ്ട്രേഷൻ ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അനലൈസ് ആൻഡ് റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ ഓഫ് അജയ്. അജയുടെ ബുക്കിൽ എന്ത് ചെയ്യണം? ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്. 2019 June 1 അജയ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. ഇനി June 7 ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് ₹7,000. ഇനി June 19 സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ ₹3,000. 25 പെയ്ഡ് ഫോർ സ്റ്റേഷനറി 300. June 30 റിസീവ്ഡ് കമ്മീഷൻ ₹700. ഇതാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്? അനലൈസ് ചെയ്യണം. ഇതിനെന്ത് ചെയ്യണം? അത് ജേണലൈസ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്ത് അത് ജേണലൈസ് ചെയ്യാണ് വേണ്ടത്. നമുക്കിത് ബോർഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ടെക്സ്റ്റിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ബോർഡിൽ വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി കോളംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ്, അക്കൗണ്ട്സ്, ടൈപ്പ്, റൂള്, ഡെബിറ്റ്, ക്രെഡിറ്റ്, റീസൺ. ടെക്സ്റ്റിലെ കുട്ടികൾക്ക് അറിയാലോ, അത് നോക്കി ചെയ്യാലോ. ചെറുതായിട്ട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 2019 June 1 ആണ്. അപ്പോൾ 1/6/19 ഡേറ്റ് 2019 June 1. അജയ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ അക്കൗണ്ട്സ് വരുന്നത് എന്തൊക്കെയാണ്? ക്യാഷും ദെൻ
അജയ്സ് ക്യാപിറ്റൽ. ഈ രണ്ട് ഐറ്റമാണ് നമുക്ക് അക്കൗണ്ടുകളായിട്ട് വരുന്നത്. ഇനി ടൈപ്പ് ഓഫ് അക്കൗണ്ട്. ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് നമുക്കറിയാം റിയൽ അക്കൗണ്ടാണ്. അജയ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടാണ്. ഒന്ന് റിയൽ അക്കൗണ്ടും മറ്റൊന്ന് പേഴ്സണൽ അക്കൗണ്ടാണ്. ഇനി നമുക്ക് അതിൻ്റെ റൂളാണ്. റൂളിൽ റിയൽ അക്കൗണ്ടിൽ വരുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ദെൻ പേഴ്സണലിൽ വരുന്നത് എന്താണ്? ക്രെഡിറ്റ് ദ ഗിവർ. ഇനി പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന് പറയുമ്പോൾ ക്യാഷ് എന്ത് ചെയ്യാം? ഡെബിറ്റ് എന്താ ചെയ്യേണ്ടത്? ക്യാഷ് ഡെബിറ്റ് ചെയ്യാം. അടുത്തത് പേഴ്സണൽ അക്കൗണ്ടാണ്. ക്രെഡിറ്റ് ദ ഗിവർ എന്ന് പറയുമ്പോൾ അജയ്സ് ക്യാപിറ്റൽ. അജയ്സ് ക്യാപിറ്റൽ. റീസൺ എന്താ? റീസൺ ക്യാഷ് കംസ് ഇൻ അല്ലേ? ക്യാഷ് കംസ് ഇൻ. ക്യാഷ് കംസ് ഇൻ. ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു. അടുത്തതിൻ്റെ റീസൺ എന്താ? പ്രൊപ്രൈറ്റർ. പ്രൊപ്രൈറ്റർ ഗീവ്സ് ഇൻ. ഇതാണ് അതിൻ്റെ റീസൺ വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ഒരു ട്രാൻസാക്ഷൻ നടന്ന എന്താണ്? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അജയ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആണ് ട്രാൻസാക്ഷൻ. അതിൽ രണ്ട് അക്കൗണ്ടാണ് വരുന്നത്. ഒന്ന് ക്യാഷും ഒന്ന് അജയ്സ് ക്യാപിറ്റലും. അതിൽ ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ ടൈപ്പ് റിയൽ അക്കൗണ്ടും ദെൻ അജയ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ ടൈപ്പ് പേഴ്സണൽ അക്കൗണ്ടുമാണ്. ഇനി റിയൽ അക്കൗണ്ടിൻ്റെ റൂള് എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നുള്ളതാണ്. ദെൻ അജയ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് ക്രെഡിറ്റ് ദ ഗിവർ. ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ളതാണ്. ദെൻ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നത് എന്താണ്? ക്യാഷും. ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ്? അജയ്സ് ക്യാപിറ്റലാണ്. റീസൺ എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സ്ഥിതിക്ക് റീസൺ എഴുതേണ്ട ആവശ്യമില്ല. എങ്കിലും റീസൺ നമുക്ക് പറയാം എന്താണ്? ക്യാഷ് കംസ് ഇൻ. ദെൻ എന്താണ്? ക്രെഡിറ്റ് ദ ഗിവർ അല്ലേ? ഇവിടെ ഗീവ്സ് ഇൻ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ടെക്സ്റ്റിൽ എഴുതിയ പോലെ എഴുതാം. ക്രെഡിറ്റ് ദ ഗിവർ. ഗിവറിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതിയത്. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഞാൻ ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 7-ാം തീയതിയാണ്. അപ്പോൾ ഇനി നമുക്ക് 7/6/19 7-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളതാണ്. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളതാണ് അടുത്ത ട്രാൻസാക്ഷൻ. അവിടെ നടന്നിട്ടുള്ള രണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ട്രാൻസാക്ഷനിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് അക്കൗണ്ട്, ഒന്ന് പർച്ചേസസ്. പർച്ചേസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗുഡ്സാണ് പർച്ചേസസും, മറ്റൊന്ന് ക്യാഷുമാണ്. പർച്ചേസസും ക്യാഷുമാണ് രണ്ട് ഐറ്റം എന്ന് പറയുന്നത് അല്ലേ? പർച്ചേസസും ക്യാഷിൻ്റെ ഒരു പ്രത്യേകത എന്താ? പർച്ചേസസ് ആൻഡ് ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പർച്ചേസസ് എന്താണ്? പർച്ചേസസ് ഏത് ഐറ്റത്തിൽ പെടുന്നതാണ്? റിയൽ എന്നുള്ള ടൈപ്പിൽ പെടുന്ന ഐറ്റമാണ്. അതായത് പർച്ചേസ് എന്ന് പറയുന്നത് ഗുഡ്സാണ്, നമുക്ക് കിട്ടുന്നത് ഗുഡ്സാണ്. അതുകൊണ്ട് റിയൽ അക്കൗണ്ടാണ്, റിയൽ അക്കൗണ്ട് ടൈപ്പാണ്. ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ.
ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്? പർച്ചേസസ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പർച്ചേസസ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്, പർച്ചേസ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഇനി അത് വീണ്ടും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ഇവിടെ എഴുതേണ്ട കാര്യമില്ല. ദെൻ അടുത്ത് ക്യാഷ് ആണ്. ക്യാഷിൻ്റെ കാരണം എന്താണ്? ക്യാഷും എന്തിൽ വരുന്നത് തന്നെയാണ്? റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ്. റിയൽ അക്കൗണ്ടിൽ വരുമ്പോൾ എന്താണ് നമുക്കതിൻ്റെ റൂള് എന്താണ്? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ? അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്രെഡിറ്റ് ചെയ്യുന്ന എന്താണ്? ഇവിടെ ക്യാഷ് ആണ് എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. റീസൺ ഞാൻ എഴുതുന്നില്ല, കുട്ടികൾക്ക് ഓൾറെഡി അറിയാമെന്നുള്ള കാരണം കൊണ്ട് എഴുതുന്നില്ല. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 19th ജൂൺ ആണ്. 19th ജൂണിലെ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ എന്നുള്ള ട്രാൻസാക്ഷനാണ്. അവിടെ 2 അക്കൗണ്ടുകളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് മോഹൻ, മറ്റൊന്ന് സെയിൽസ്. ഒന്ന് മോഹനും മറ്റൊന്ന് സെയിൽസുമാണ് 2 അക്കൗണ്ടുകൾ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം മോഹൻ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് നമുക്കറിയാം. എന്താണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത്? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് അല്ലേ? അപ്പോൾ ഡെബിറ്റ് ദ റിസീവറാണ്. എന്തിൻ്റെ റിസീവറാ? ഡെബിറ്റ് ദ റിസീവർ, ഗുഡ്സിൻ്റെ റിസീവ് ചെയ്തിട്ടുള്ള പേഴ്സണാണ് മോഹൻ. അപ്പോൾ മോഹനെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. മോഹൻ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇനി സെയിൽസ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്താണ്? ഇവിടെ ഗുഡ്സ് ആണ് വരിക. ഗുഡ്സ് നമ്മൾ എന്ത് എഴുതുന്നു? സെയിൽസ്. റീസൺ ഇവിടെ എഴുതിയ കാരണം കൊണ്ടാണ്, റൂൾ എഴുതിയ കാരണം കൊണ്ടാണ് ഇവിടെ റീസൺ ബ്ലാങ്ക് ആയിട്ട് ഇടുന്നു. 19th കഴിഞ്ഞാൽ അടുത്ത 25th. 25th ജൂൺ 2019. ദെൻ 25th ഉള്ള ട്രാൻസാക്ഷൻ ഇതാണ്. പെയ്ഡ് ഫോർ സ്റ്റേഷനറി ₹300. ആ പെയ്ഡ് ഫോർ സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ അതിൽ 2 അക്കൗണ്ടുകളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റേഷനറിയും മറ്റൊന്ന് ക്യാഷും അല്ലേ? അപ്പോൾ ഇവിടെ 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? സ്റ്റേഷനറി ദെൻ ക്യാഷ്. സ്റ്റേഷനറി എന്ന് പറയുന്നത് എന്താണ്? അത് എക്സ്പെൻസ് ആണ് അല്ലേ? എക്സ്പെൻസ് ആയതുകൊണ്ട് ഏത് അക്കൗണ്ടിലാണ് പെടുന്നത്? നോമിനൽ അക്കൗണ്ടിലാണ് പെടുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ അക്കൗണ്ടിൽ പെടുന്ന അസറ്റാണ്, റിയൽ അക്കൗണ്ടിലാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റോൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഡെബിറ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റേഷനറി ഡെബിറ്റ് ചെയ്യണം. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ എന്താണ് പോകുന്നത്? ക്യാഷാണ് പോകുന്നത്. ക്യാഷ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതും കഴിഞ്ഞു. 25-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത 30th ജൂൺ ആണ്. 30/6 വരുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റിസീവ്ഡ് കമ്മീഷൻ എന്നുള്ളതാണ്.
റിസീവ്ഡ് കമ്മീഷനിൽ 2 അക്കൗണ്ടുകളാണ് വരുന്നത്. ഒന്ന് ക്യാഷ് നമുക്ക് കിട്ടുന്നു, എന്തായിട്ട് കിട്ടുന്നു? കമ്മീഷനായിട്ട് കിട്ടുന്നു. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ അക്കൗണ്ട് ആണ്. കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മീഷൻ ഇൻകമാണ്, റവന്യൂ ആണ്. അതെന്തിൻ്റെ ഭാഗമാണ്? നമുക്ക് നോമിനൽ അക്കൗണ്ടിൻ്റെ ടൈപ്പാണ്. നോമിനൽ ടൈപ്പിൽ വരുന്ന അക്കൗണ്ടാണത്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോൾ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ക്യാഷ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. എന്ത് ക്രെഡിറ്റ് ചെയ്യണം? കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ടെക്സ്റ്റിൽ ഓൾറെഡി ഉണ്ടല്ലോ കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ഇതുകൂടി അറിയാൻ, കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കേസിലെ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം, അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തെ കേസിലെ പർച്ചേസ് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യണം. മൂന്നാമത്തെ കേസിലെ മോഹൻ നമ്മൾ ഡെബിറ്റ് ചെയ്യും, സെയിൽസ് ക്രെഡിറ്റ് ചെയ്യണം. 25-ാം തീയതിയിലെ സ്റ്റേഷനറി ഡെബിറ്റ് ചെയ്യും, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. 30-ാം തീയതിയിലെ ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യും. ഇനി നമുക്കിതിനെ ജേണൽ എൻട്രിയിലേക്ക് എഴുതണം, അല്ലെങ്കിൽ ജേണലൈസ് ചെയ്യണം. നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ ജേണലൈസ് ചെയ്യാൻ വേണ്ടി ജേണൽ വരച്ചിട്ടുണ്ട്. ജേണലിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഇതിലൂടെ പഠിക്കുകയാണ്. ആദ്യമായിട്ടാണ് ജേണൽ നമ്മൾ ബോർഡിൽ വരയ്ക്കുന്നത്. ഇപ്പോൾ ജേണലിന് ഉള്ള പ്രധാനമായിട്ടുള്ള കോളംസ് ഇതാണ്. ആദ്യം ഒരു ഡേറ്റ് കോളം, ഡേറ്റ് എഴുതാൻ വേണ്ടിയുള്ള ഡേറ്റ് കോളം. പിന്നീട് പർട്ടിക്കുലേഴ്സ് കോളം, നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും ഉള്ള അക്കൗണ്ടുകൾ എക്സിബിറ്റ് ചെയ്യാനുള്ള കോളാണ് പർട്ടിക്കുലേഴ്സ് കോളം. ഇവിടെ ലെഡ്ജർ ഫോളിയോ എന്ന് പറയും. ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത് ഈ ജേണൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏത് പേജിലാണ് എഴുതുന്നത് എന്നുള്ള പേജ് നമ്പർ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോളമാണ് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഡെബിറ്റ് ഐറ്റംസ് റെപ്രസെൻ്റ് ചെയ്യുന്ന എമൗണ്ട് എഴുതുന്ന ഡെബിറ്റ് കോളവും, ക്രെഡിറ്റ് ഐറ്റംസ് റെപ്രസെൻ്റ് ചെയ്യുന്ന എമൗണ്ടുകൾ എഴുതാനുള്ള കോളം ക്രെഡിറ്റ് കോളം. ഇങ്ങനെ 5 കോളമാണ് എന്തിനുള്ളത്? ജേണൽ എൻട്രീസ് എഴുതാനുള്ള ജേണലിന് ഉള്ളത്. ഞാനിവിടെ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എന്തെഴുതണം? ആ പേഴ്സൻ്റെ പേര് എഴുതണം. ആരാണ്? ഇൻ ദ ബുക്സ് ഓഫ് അജയ് ആണ്. അപ്പോൾ നമുക്കത് അജയുടെ ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് ജേണൽ എൻട്രി എഴുതാം. ആദ്യമായിട്ട് 2019 ജൂൺ 1. അപ്പോൾ 2019 ജൂൺ 1. ആദ്യത്തെ ട്രാൻസാക്ഷൻ ഞാൻ ഒന്നുകൂടി വായിക്കാം. എന്താണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ? അജയ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000. 50,000 രൂപ അജയ് ക്യാഷ് കൊണ്ടുവന്ന്, ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ആദ്യത്തെ ഇൻഫർമേഷൻ. നമ്മുടെ ടെക്സ്റ്റിലെ എന്താണ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അനാലിസിസ് വെച്ചിട്ട് 2 ഐറ്റംസ് ആണ് അവിടെ, 2 അക്കൗണ്ടുകളാണ് അതവിടെ എഫക്റ്റ് ചെയ്യുന്നു. ഒന്ന് ക്യാഷും മറ്റൊന്ന് അജയ്സ് ക്യാപിറ്റലും. ഒന്ന് ക്യാഷും മറ്റൊന്ന് അജയ്സ് ക്യാപിറ്റലും. ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം. അജയ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ്, തരുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം, അജയ്സ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെപ്പോഴും ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം എഴുതേണ്ടത് ഇവിടെയാണ്. ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കീപ്പ് ചെയ്ത് എഴുതണം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഇനി എമൗണ്ട്, ഡെബിറ്റ് ഉള്ള എമൗണ്ട് ഡെബിറ്റ് കോളത്തിൽ നമ്മൾ എഴുതുന്നു.
50,000. Cash account debtor 50,000. 2. Credit item എന്താ? To Ajay's capital. അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതാം. To Ajay's capital account. To Ajay's capital account 50,000. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഡെബിറ്റ് ആയിട്ടുള്ള ഐറ്റം ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റ് ആയിട്ടുള്ള ഐറ്റം ഇവിടെ എഴുതി, ആ എമൗണ്ട് ഡെബിറ്റ് കോളത്തിൽ എഴുതി. പിന്നെ അത് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 എന്ന് പ്രീഫിക്സ് ചെയ്തിട്ട് അഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. 2 എന്ന് എഴുതുന്നത് ശ്രദ്ധിക്കുക, ഡെബിറ്റ് ഐറ്റം എഴുതിയതിൻ്റെ ഏകദേശം മിഡിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ചിങ്ങോട്ട് നീക്കിയിട്ടാണ് നമ്മൾ 2 എന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്, ദെൻ ഐറ്റംസ് ഇവിടെ എഴുതുന്നു, ദെൻ അതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിൽ എഴുതുന്നു. അപ്പോൾ ജേണൽ എൻട്രി ഇതിനെയാണ് നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ആവുന്ന ഇതിൻ്റെ ഒരു ഇത് കാണുന്ന ആളുകൾക്ക്, നോക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴെ കൊടുക്കാറുണ്ട്. അതിൻ്റെ പേരാണ് നരേഷൻ. അപ്പോൾ നരേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. നരേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്: ബീയിങ് capital introduced by അജയ്. അല്ലെങ്കിൽ എന്ത് എഴുതാം? അജയ് സ്റ്റാർട്ടഡ് ബിസിനസ്. അങ്ങനെ എഴുതിയാലും മതി, എന്തായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞു. രണ്ടാമത്തെ ഡേറ്റ് 7th ജൂലൈ ആണ്, ജൂണാണ്. അപ്പോൾ ജൂൺ 7th. എന്താണ് ട്രാൻസാക്ഷൻ? ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. അല്ലേ? നമ്മൾ പർച്ചേസ് ചെയ്തു. എന്ത്? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ അവിടെ വരുന്ന 2 ഐറ്റം എന്ന് പറയുന്ന ഒന്ന് പർച്ചേസസ്, മറ്റൊന്ന് ക്യാഷാണ്. അതെങ്ങനെയാണ് അനാലിസിസ് നടത്തിയത് നമ്മൾ കണ്ടു. എന്താണ്? പർച്ചേസസ് എന്ന് പറയുന്നത് ഗുഡ്സാണ്, അസറ്റിൻ്റെ ഭാഗമാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് റിയൽ അക്കൗണ്ട് ആണ്, അത് അസറ്റിൻ്റെ ഭാഗമാണ്. ദെൻ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇതാണ്. അപ്പോൾ പർച്ചേസ് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് എങ്ങനെ ഡെബിറ്റ് ചെയ്യുന്നു? ഇങ്ങോട്ട് നീക്കി എഴുതി. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയുടെ പർച്ചേസ് ആണ് നടത്തിയത്? ഗുഡ്സ് ഫോർ ക്യാഷ് 7,000. ഡെബിറ്റ് കോളത്തിൽ 7,000. 2 കുറച്ചിങ്ങോട്ട് നീക്കിയിട്ടാണ് 2 എഴുതുക. 2 ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് നേരെ ക്രെഡിറ്റ് കോളത്തിൽ 7,000. നരേഷൻ എന്താണ്? ക്യാഷ് പർച്ചേസസ് മെയ്ഡ്, അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. എന്തായാലും കുഴപ്പമില്ല. ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. അടുത്തത് ജൂൺ 7th കഴിഞ്ഞാൽ ജൂൺ 19th. ജൂൺ 19-ാം തീയതി ഉള്ള ട്രാൻസാക്ഷൻ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹൻ. മോഹനെ കടമായി ഗുഡ്സ് വിറ്റു. അപ്പോൾ അവിടെ വരുന്ന 2 ഐറ്റം, 2 അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് മോഹനും സെയിൽസുമാണ്. മോഹൻ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ എന്നുള്ള രീതിയിൽ മോഹനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് ഗുഡ്സ് ആണ്, അസറ്റിൻ്റെ ഭാഗമാണ്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ സെയിൽസ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ മോഹൻ ഡെബിറ്റും സെയിൽസ് ക്രെഡിറ്റും. മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ. മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 19-ാം തീയതിയാണ്. ഇവരുടെ 3,000 റുപ്പീസാണ് സെയിൽസിൻ്റെ എമൗണ്ട്. 2 സെയിൽസ് അക്കൗണ്ട്, സെയിൽസ് ക്രെഡിറ്റ് ആണ്.
നരേഷ് എഴുതുന്നു ബീയിങ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ജൂൺ 19 കഴിഞ്ഞാൽ അടുത്തത് ജൂൺ 25 ജൂൺ 25 ട്രാൻസാക്ഷൻ പെയ്ഡ് ഫോർ സ്റ്റേഷനറി ₹300. സ്റ്റേഷനറി വാങ്ങി, അത്രയേ ഉള്ളൂ. 2 അക്കൗണ്ട്, ഒന്ന് സ്റ്റേഷനറിയും മറ്റൊന്ന് ക്യാഷുമാണ്. സ്റ്റേഷനറി വാങ്ങിയത് ക്യാഷ് കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ 2 ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് സ്റ്റേഷനറിയും ഒന്ന് ക്യാഷും. സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്. അപ്പോൾ ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ്, അല്ലെങ്കിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് എന്നുള്ളതാണ് എക്സ്പെൻസസ് ആയിട്ടുള്ള നോമിനൽ അക്കൗണ്ടിൻ്റെ, അല്ലെങ്കിൽ എക്സ്പെൻസ് ഉൾപ്പെടുന്ന നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള്. മറ്റൊന്ന് ക്യാഷാണ്. ക്യാഷ് റിയൽ അക്കൗണ്ടാണ്. ദെൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യണം. 25 സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയുടെ സ്റ്റേഷനറിയാണ്? 300 രൂപയുടെ സ്റ്റേഷനറിയാണ്. ടു ക്യാഷ് അക്കൗണ്ട് 300 നരേഷൻ ബീയിങ് സ്റ്റേഷനറി പർച്ചേസ്ഡ്. ബീയിങ് സ്റ്റേഷനറി പർച്ചേസ്ഡ്. അപ്പോൾ 25 ട്രാൻസാക്ഷനും നമ്മൾ ജേർണലൈസ് ചെയ്തു. അടുത്തത് 30 ട്രാൻസാക്ഷനാണ്. റിസീവ്ഡ് കമ്മീഷൻ ₹700. കമ്മീഷൻ കിട്ടി. കമ്മീഷൻ കിട്ടി എന്ന് പറയുമ്പോൾ എന്തായിട്ടാണ് കിട്ടിയിട്ടുണ്ടാവുക? ക്യാഷായിട്ടാണ് കിട്ടിയിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ എഫക്റ്റ് ചെയ്യുന്ന 2 അക്കൗണ്ടുകൾ എന്താ? ഒന്ന് ക്യാഷും ഒന്ന് കമ്മീഷനും. ക്യാഷ് റിയൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം. മറ്റൊന്ന് കമ്മീഷനാണ്. കമ്മീഷൻ ഇൻകമാണ്. എന്താണ്? ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അത് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളാണ്. അപ്പോൾ ക്യാഷ് സ്വാഭാവികമായിട്ടും ഡെബിറ്റ് ചെയ്യുന്നു, കമ്മീഷൻ ക്രെഡിറ്റ് ചെയ്യുന്നു. ജൂൺ 30 ക്യാഷാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ്? ₹700 ആണ്. ടു ഏത് അക്കൗണ്ടാ? കമ്മീഷൻ അക്കൗണ്ട്. എത്രയാണ്? 700. നരേഷൻ എന്താണ്? ബീയിങ് കമ്മീഷൻ റിസീവ്ഡ്. ബീയിങ് കമ്മീഷൻ റിസീവ്ഡ്. അപ്പം ഇങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുക. അപ്പോൾ ആദ്യം ജേർണലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രാൻസാക്ഷൻസ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമൊക്കെ നമ്മളതിൻ്റെ ഓരോ അക്കൗണ്ടുകളെ എഫക്റ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നു. അതിൻ്റെ ബന്ധപ്പെട്ട ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഏതാണെന്ന് നോക്കുന്നു. അതിൻ്റെ റൂൾ എന്താണെന്ന് നോക്കുന്നു. അങ്ങനെ ജേർണലൈസ് ചെയ്യുന്നു. പിന്നെ കഴിയും തോറും നമുക്കറിയാം, അജയ് ഇൻട്രഡ്യൂസ്, അല്ലെങ്കിൽ അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറഞ്ഞ് 50,000 രൂപ തന്നാൽ നമുക്കറിയാം അജയ് ക്യാപിറ്റൽ കൊണ്ടുവന്നു ക്യാഷായിട്ട്. അതിൻ്റെ ജേർണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിൽ വരും. +2 പഠിച്ചപ്പോഴൊക്കെ കുട്ടികൾക്കത് മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും. എന്തായാലും എല്ലാവരും ജേർണൽ എൻട്രി എഴുതാൻ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്, പോസ്റ്റിംഗ് അറിയാവുന്നതാണ്. എങ്കിലും ഒന്നുകൂടി ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഹെഡിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ്.
കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ജേണൽ എൻട്രീസ് ഒരു 4-5 ജേണൽ എൻട്രീസ് ഇവിടെ എഴുതി. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേഷനറി നമ്മൾ വാങ്ങി അല്ലേ? സ്റ്റേഷനറി വാങ്ങിയ ജേണൽ എൻട്രി നമ്മൾ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്. സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. സ്റ്റേഷനറി എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് അസറ്റ് നമ്മുടെ നിന്ന് പോകുന്നു, ക്രെഡിറ്റ് ചെയ്തു. 300 രൂപയുടെ സ്റ്റേഷനറി വാങ്ങി എന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ 300, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 300. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്, ടോപ്പിക് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആണുള്ളൂ. ഇനി ഞാൻ പറയട്ടെ, 2 ഡെബിറ്റും ഒരു ക്രെഡിറ്റും അല്ലെങ്കിൽ 2 ക്രെഡിറ്റും ഒരു ഡെബിറ്റും ഒക്കെ ഉള്ള ജേണൽ എൻട്രീസിനെയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം ഡെബിറ്റോ ക്രെഡിറ്റോ ഒക്കെ വരുന്ന ജേണൽ എൻട്രീസ് ഒന്നിച്ചെഴുതുന്നതിനെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എന്താണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്നറിയാൻ വേണ്ടി മറ്റ് പുറത്തുനിന്നുള്ള എക്സാമ്പിൾ നോക്കേണ്ടതില്ല. കുട്ടികൾക്ക് ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു എക്സാമ്പിൾ പോയിന്റ് തന്നെ നമുക്ക് എടുക്കാം. പെയ്ഡ് വേജസ് ₹6,500. പെയ്ഡ് വേജസ് ₹6,500. ദെൻ പെയ്ഡ് സാലറീസ് ₹12,000. പെയ്ഡ് സാലറീസ് ₹12,000. അപ്പോൾ ഇത് ഒരു ദിവസം നടന്നിട്ടുള്ള ഒരു സമയം നടന്നിട്ടുള്ള ട്രാൻസാക്ഷനാണ്. വേജായിട്ട് 6,500 രൂപയും സാലറി ആയിട്ട് 12,000 രൂപയും കൊടുത്തു അല്ലേ? ഇത് നമുക്ക് എങ്ങനെ ജേണലൈസ് ചെയ്യാം? കോമ്പൗണ്ട് എൻട്രി ആയിട്ട് 2 രീതിയിൽ എഴുതാം, അതേപോലെ ഒന്നിച്ച് എഴുതാം. എങ്ങനെയാണ് 2 രീതിയിൽ എഴുതുക? വേജസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഒരു ജേണൽ എൻട്രി. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ? സാലറീസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അതായത് വേജസ് ആയാലും സാലറീസ് ആയാലും എക്സ്പെൻസ് ആണ്, അത് ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് നമ്മുടെ റിയൽ അക്കൗണ്ട് ആയിട്ടാണ്, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാരണം കൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്താണ് വേജസ് അക്കൗണ്ട് ഡെറ്റർ? വേജസ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 6,500 ടു ക്യാഷ്. ക്രെഡിറ്റ് കോളം 6,500. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ? സാലറീസ് കൊടുത്തു. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ 12,000 ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് 12,000. ഇതാണ് ജേണൽ എൻട്രി. പക്ഷെ ഇത് ഒരേ സമയം വന്നിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് ഇതിനെ കമ്പൈൻഡ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് എഴുതാം. എങ്ങനെയാണ് എഴുതുക? 2 ജേണൽ എൻട്രി വേണ്ട, ഒറ്റ ജേണൽ എൻട്രി ആയിട്ട് എഴുതാം. എങ്ങനെയാണ് എഴുതുക? വേജസ് അക്കൗണ്ട് ഡെറ്റർ 6,500, സാലറീസ് അക്കൗണ്ട് ഡെറ്റർ 12,000 ടു ക്യാഷ് അക്കൗണ്ട്. രണ്ടും കൂടി കൂട്ടി എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 18,500. അപ്പോൾ വേജസും സാലറീസും ഒരേ ദിവസം ഒരേ സമയം കൊടുത്തപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? വേജസ് അക്കൗണ്ട് ഡെറ്റർ 6,500. രണ്ടിനെയും ക്രെഡിറ്റ് വരുന്നത് ഒരേ എമൗണ്ട്, ഒരേ ഐറ്റാണ്. ഒരേ എമൗണ്ട് അല്ല, ഒരേ ഐറ്റാണ് ക്രെഡിറ്റ് വരുന്നത്. അപ്പോൾ ആ 2 ക്രെഡിറ്റും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് ഒന്നാക്കി എഴുതി. വേജസ് അക്കൗണ്ട് ഡെറ്റർ 6,500, സാലറീസ് അക്കൗണ്ട് ഡെറ്റർ 12,000 ടു ക്യാഷ് അക്കൗണ്ട്. രണ്ടും കൂടി ക്ലബ് ചെയ്ത് ഒന്നിച്ചെഴുതി. നരേഷൻ എന്താണ് എഴുതുക? ബീയിങ് വേജസ് ആൻഡ് സാലറീസ് പെയ്ഡ്. വേജസ് ആൻഡ് സാലറീസ് പെയ്ഡ്. അതിൽ കഴിഞ്ഞു. വേജസും
സാലറീസും പേ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് എഴുതുന്നതിനെയാണ് രണ്ട് ഐറ്റംസ് കൂടി ക്ലബ് ചെയ്ത് ഒന്നിച്ച് ഒരു ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റോ ആയിട്ട് എഴുതുന്നത്. ഇത് ഡെബിറ്റോ ക്രെഡിറ്റോ വരാട്ടോ. അത്തരം എൻട്രീസിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് എന്നുള്ളത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിസ്കൗണ്ട് എന്ന് പറയുന്ന കിഴിവാണ്. നമ്മൾ കൊടുക്കേണ്ടുന്ന പണത്തിൽ അല്ലെങ്കിൽ എമൗണ്ടിൽ കുറവ് തരുന്നതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഡിസ്കൗണ്ടുകൾ രണ്ട് തരത്തിലാണ് ബിസിനസ്സിൽ വരുന്നത്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ടും മറ്റൊന്ന് ക്യാഷ് ഡിസ്കൗണ്ടും. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ആ പേര് പറയുന്ന പോലെ തന്നെ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാം, ദിസ് ഈസ് ദ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദ സെല്ലർ in the selling price as an incentive for bulk purchase. It is treated as an incentive for bulk quantity purchase അല്ലെങ്കിൽ ബൾക്ക് പർച്ചേസ്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് സെല്ലർ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അലൗ ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ അലൗ ചെയ്യുന്ന ഒരു ഡിസ്കൗണ്ടിനെയാണ് എന്തായിട്ട് പറയുന്നത്, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നോർമലി ഇറ്റ് ഈസ് അലൗഡ് ഓർ ഇറ്റ് ഈസ് അലൗഡ് ഫോർ പ്രൊമോട്ടിംഗ് ബൾക്ക് പർച്ചേസസ്. ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് അലൗ ചെയ്യുന്നത്, ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നു. ഈ ഡിസ്കൗണ്ടിനെയാണ് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാൻ സാധിക്കുന്നു. പക്ഷേ മറ്റൊരു കാര്യം, ഇറ്റ് ഈസ് നെവർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇതൊരിക്കലും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എങ്ങനെ അലൗ ചെയ്യാമെന്ന് വെച്ചാൽ ഓരോ കമ്പനിയുടെയും പ്രൈസ് ലിസ്റ്റിൽ തന്നെ ചിലപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ച് ട്രേഡ് ഡിസ്കൗണ്ട് കൂടുകയും അതനുസരിച്ച് കുറയുകയും ചെയ്യുന്ന, ക്വാണ്ടിറ്റി കുറയും തോറും കുറയുകയും കൂടും തോറും കൂടുകയും ചെയ്യുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ടാണ് നമുക്ക് ബില്ല്, ഇൻവോയ്സ് ഒക്കെ തരുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് ഒരിക്കലും തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ചെയ്യപ്പെടാറില്ല, റെക്കോർഡ് ചെയ്യപ്പെടാറില്ല. എന്നാണ് ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ പ്രത്യേകത. ഇനി ക്യാഷ് ഡിസ്കൗണ്ട്, ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഫോർ പ്രൊമോട്ടിംഗ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓർ ഇറ്റ് ഈസ് എൻ അലവൻസ് ഇൻ ദ എമൗണ്ട് ഡ്യൂ ആസ് എൻ ഇൻസെൻറ്റീവ് ഫോർ എയർലി പേയ്മെൻറ്റ്. നമ്മൾ കൊടുക്കാനുള്ള പേയ്മെൻറ്റിൽ എമൗണ്ട് ഡ്യൂവിൽ തരുന്ന ഒരു അലവൻസിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഡിസ്കൗണ്ട് എന്ന്, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഫോർ പ്രൊമോട്ടിംഗ് അല്ലെങ്കിൽ ഫോർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. നമ്മളൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്വാഭാവികമായിട്ടും അവർക്ക് കടമായിട്ട് പർച്ചേസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും പണം കൊടുക്കാനുണ്ടായിരിക്കും. ഇങ്ങനെ കൊടുക്കാനുള്ള പണത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഡിസ്കൗണ്ടായിട്ട് അലൗ ചെയ്യുന്നതിനെ നമ്മൾ പെട്ടെന്ന് കൊടുക്കുകയാണെങ്കിൽ അവർ 5% വിത്തിൻ 2 ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ 3 ഡേയ്സ് പേയ്മെൻ്റ് ആണെങ്കിൽ 5% ക്യാഷ് ഡിസ്കൗണ്ട്. ഇങ്ങനെ അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ടിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ അപ്പിയർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. സ്വാഭാവികമായിട്ടും അത് എവിടെ വരുന്നു, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അലൗ ചെയ്യുന്നു. ഇപ്പോൾ ക്യാഷ് നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ള ഡിസ്കൗണ്ട് ആണെങ്കിൽ, ക്യാഷ് പേ ചെയ്യുന്ന സമയത്തുള്ള ഡിസ്കൗണ്ട് ആണെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാം, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയാം. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്തുള്ള ഡിസ്കൗണ്ടാണ്. നമുക്ക് വേറൊരാൾ ക്യാഷ് തരുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയാം. നമ്മൾ കൊടുക്കുന്ന ഒരാൾ നമുക്ക് ക്യാഷ് തരുന്ന സമയത്ത് നമ്മൾ ഡിസ്കൗണ്ട് അലൗ ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അതേസമയം നമ്മൾ വേറൊരാൾക്ക് ക്യാഷ് കൊടുക്കുന്ന പേ ചെയ്യുന്ന സമയത്തുള്ള ഡിസ്കൗണ്ട് ആണെങ്കിൽ അതിനെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഡിസ്കൗണ്ട് ആണ്. ഇനി നമുക്ക് ഇത് വെച്ചൊരു ഇതിൻ്റെ എക്സാമ്പിൾ അറിയാവുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ജേർണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ സമയമില്ല. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സാമ്പിൾ ജേർണലൈസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.